ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ജോബ് ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ IBM ഇപ്പോൾ വാക്കൻസി വന്നിട്ടുണ്ട്. ഇപ്പോൾ IBM ബാംഗ്ലൂർ സെക്ഷനിൽ നമുക്ക് ഇപ്പോൾ വാക്കൻസി കുറച്ച് വന്നിട്ടുണ്ട്. ടെക്നിക്കലും നോൺ ടെക്നിക്കൽ പോസ്റ്റിലും നമുക്കിപ്പോൾ റോൾസ് അവൈലബിൾ ആണ്. ഇനി ഗ്രാജുവേറ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്യുന്ന ആക്ച്വലി ഇവരുടെ ഡിഗ്രി എന്താ പറയുക സ്പെസിഫിക്കേഷനിൽ പറഞ്ഞേക്കുന്നത്. സാലറി നോക്കുകയാണെങ്കിൽ 25,000 to 67,000 ആ റേഞ്ചിൽ നമുക്ക് പെർ മന്താണ് പറഞ്ഞേക്കുന്നത്. ലൊക്കേഷൻ ബാംഗ്ലൂർ ആണ്. എക്സ്പീരിയൻസ് 0 to 2 year ഓഫ് എക്സ്പീരിയൻസ് ഒരു ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റ് സംഭവമൊക്കെ ഞാൻ പറയാം. ആദ്യത്തെ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അതായത് ഡിസൈനിങ് ആൻഡ് എൻഫോഴ്സിംഗ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം, സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഫോക്കസിംഗ് ഓൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI, അതുപോലെ ഡിവൈസ് ഗെറ്റിംഗ് ടു നോ, അതൊക്കെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഡാറ്റ സയൻറ്റിസ്റ്റുകളാണ്. അതായത് അനലൈസിങ് ആൻഡ് ഡിസിപ്ലിനിങ് കോംപ്ലക്സ് ഡാറ്റ ടു ഓഫർ ആക്ഷണബിൾ ഇൻസൈറ്റ്. അതായത് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഡാറ്റാസ് അനലൈസ് ചെയ്തിട്ട് ഡിസൈബിൾ ചെയ്തിട്ട് കോംപ്ലക്സ് ഡാറ്റ ആക്ഷണബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ആക്ഷണബിൾ നമുക്ക് എന്തൊക്കെ അതിനെതിരെയുള്ള ആക്ഷൻസ് എടുക്കാനുള്ള ഒരു ഫോമാറ്റിലേക്ക് മാറ്റി കൊടുക്കുന്ന ഡാറ്റ സയൻസ്. അത് എല്ലാത്തിലും എല്ലാ IT-യിലും മാത്രമല്ല എല്ലാ സംഭവത്തിലുള്ളതുണ്ടായിരുന്നു ഇതിൽ. പിന്നെ വരുന്നത് ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയേഴ്സ് ആണ്. പിന്നെ വന്നിരിക്കുന്നത് ബിസിനസ് അനാലിസ്റ്റ് ആണ്. പിന്നെ വന്നിരിക്കുന്നത് പ്രൊജക്ട് മാനേജേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ 5 പോസ്റ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ അവർ റെസ്പോൺസിബിലിറ്റീസും പറഞ്ഞിട്ടുണ്ട് ഓരോ പോസ്റ്റുകളുടെ. ടെക്നിക്കൽ റോൾസിലാണെങ്കിൽ ഡെവലപ്പിംഗ്, attempting how to deploying modern generation, ensuring the scalability, ordinary performance and safety of answers, collaborating with the global agencies to strengthen the technical excellence. Non-technical റോൾസിലാണെങ്കിൽ ഗാദറിങ് ആൻഡ് സ്റ്റഡിങ് എൻ്റർപ്രൈസസ് റിക്വയർമെൻറ്റ്, അത് നമുക്ക് ഇതിൽ ധൈര്യം വരും കേട്ടോ. എന്താണ് പറയുക, പ്രൊജക്ട് മാനേജും ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് നോൺ ടെക്നിക്കൽ പോസ്റ്റിൽ വരും. പിന്നെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വഴി പറഞ്ഞിരിക്കുന്നത് ബാച്ചിലർ ഓർ മാസ്റ്റേഴ്സ് ഡിപ്ലോമ ഇൻ റെലവൻറ്റ് ഫീൽഡ്, അതായത് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയൊക്കെയാണ്. പിന്നെ സർട്ടിഫിക്കേഷൻ ഇൻ സ്പെഷ്യലൈസ്ഡ് ഡൊമൈൻ നെയിം ലൈക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലൊക്കെ സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. AI-യിൽ, അതുപോലെ തന്നെ ടാസ്ക് കൺട്രോളിലും. നമുക്ക് കുറച്ച് ടെക്നിക്കൽ സ്കിൽസ് വരെ ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രൊഫിഷ്യൻസി ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ജാവ, പൈത്തൺ, അതുപോലെ തന്നെ AWS, അഷ്യൂർ, IBM ക്ലൗഡ്, അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിങ് കുറച്ച് സിസ്റ്റംസുകളുണ്ടല്ലോ അത് അറിയുന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലസ് പോയിന്റ്സ് ആണ്. പിന്നെ നോളജ് ഓഫ് ഡെവലപ്സ്, അതുപോലെ തന്നെ AI ഓർ ബിഗ് ഡാറ്റ ഡിവൈസസ് ലൈക്ക് ട്രാക്ടർ, റിഫിക്. പിന്നെ കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ആണ്. അതായത് സ്ട്രോങ് പ്രോബ്ലം സോൾവിങ് ആൻഡ് അനാലിറ്റിക്കൽ കോമ്പറ്റൻസ്, എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കൽ ടീം വർക്ക് കോമ്പറ്റൻസ്, അതെല്ലാത്തിലുള്ളതാണ്. അഡാപ്റ്റബിലിറ്റി ടു ആർട്ട് വർക്ക് ഇൻ ക്വിക്ക് പേസ് സറൗണ്ടിങ്സ്, അതൊക്കെ എല്ലാത്തിലുള്ളതാണ്. പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഉണ്ട്. അതായത് സബ്മിറ്റ് യുവർ റിസ്യൂമി ആൻഡ് ഹോൾഡ് ദ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഫോം ഓൺ IBM അവരുടെ ഒറിജിനൽ ഒഫീഷ്യൽ സൈറ്റിൽ. പിന്നെ ഇനീഷ്യൽ സ്ക്രീനിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് റിക്രൂട്ടർമെൻറ്റ് ത്രൂ, അതുപോലെ തന്നെ അസിസ്റ്റൻ്റ്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇൻ്റർവ്യൂ ടെസ്റ്റ് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ അത് അപ്ലൈ ചെയ്യാനുള്ള സംഭവമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ സൈറ്റ് IBM ഇന്ത്യയിൽ പോയാലും കിട്ടും. അപ്പോൾ ഇതാണ് IBM-ൽ വന്നിങ്ങനെ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെ ഇൻഫോസിസിലും വന്നിട്ടുണ്ട്. നമ്മുടെ .NET കോർ സീനിയർ ഡെവലപ്പർ ജോബ് ഒരു ഹയറിങ് നടത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ അതിൽ പോകാൻ ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽസ് ചുമ്മാ ഒന്ന് പറയാം. ഫുൾ ടൈമാണ്, ബാംഗ്ലൂർ തന്നെയാണ്. അതുപോലെ തന്നെ ഓൾറെഡി പേര് പറഞ്ഞു. പിന്നെ സീനിയറാണ്, സീനിയർ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 year പ്ലസ് എക്സ്പീരിയൻസ് വേണം കേട്ടോ. പിന്നെ ഇതിലവർ ആക്ച്വലി സാലറിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് വിത്ത് .NET കോർ, ASP.NET, അതുപോലെ സ്ട്രോങ് നോളജ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ലേഔട്ട്, സ്റ്റൈലിംഗ്, നൈസ് പ്രാക്ടീസ്, അതുപോലെ തന്നെ പിന്നെ SQL സെർവേഴ്സ് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊഫിഷ്യൻസി ഇൻ SQL സെർവേഴ്സ്. പിന്നെ AWS, അഷ്യൂർ, ക്ലൗഡ് ഇപ്പോൾ എല്ലാത്തിലും ഉണ്ട് പറഞ്ഞിട്ട്. അല്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല സംഭവമാണ്. പിന്നെ എഡ്യൂക്കേഷൻ നോർമൽ ബാച്ചിലേഴ്സ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഡിഗ്രി ഏതെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ HCL ടെക്നോളജിയിൽ നമുക്കിപ്പോൾ ഫ്രഷേഴ്സിനെ വിളിച്ചിട്ടുണ്ട് ചെന്നൈയിൽ. സാലറി 3 to 7 lakh LPA ആണ് പറഞ്ഞേക്കുന്നത്. ആക്ച്വലി ഞാൻ ഡീറ്റെയിൽസ് നോക്കിയിട്ടൊന്നും പറയാം. പിന്നെ ചെന്നൈ ആണ്, ഫുൾ ടൈം ആണ്, ഫ്രഷേഴ്സാണ്, 0 to 1 year എക്സ്പീരിയൻസ് കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ്, അതുപോലെ തന്നെ കോഡിംഗ് ഉണ്ട്. പിന്നെ സിസ്റ്റം അനാലിസിസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്, ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് മെയിൻ്റനൻസ്, ക്ലയൻറ്റ് കൊളാബറേഷൻ ഫീൽഡിൽ, ഡോക്യുമെൻറ്റേഷൻ ഫീൽഡിൽ, ക്വാളിറ്റി അഷുറൻസ് ഫീൽഡിൽ കേട്ടോ. എലിജിബിലിറ്റി BTech, ബാച്ചുലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ IT. പിന്നെ മിനിമം മാർക്ക് 60% എഗ്രി ആയിട്ട് ഇൻ 10th 12th ഗ്രാജുവേഷൻ ഉണ്ട്. അത് 60%. പിന്നെ ബാക്ക്ലോഗ്സ് പാടില്ലെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
അത്ര തന്നെയുള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമ്മളൊന്ന് പറയാൻ ഉദ്ദേശിച്ചത്. മെയിനായിട്ട് നമ്മൾ IBM ആണ് ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ നല്ല ഒരു എന്താ പറയുക ഫീൽഡാണ്, പ്രത്യേകിച്ച് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലൊക്കെ. ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, ഇപ്പോൾ IT-യിലൊക്കെ നല്ലോണം അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും AI ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സാധ്യതയാണ്. അല്ലാതെ അറിയാത്തവർക്ക് ഇപ്പോൾ അവർ എടുത്തിട്ട് അടിക്കും. അപ്പോൾ അത് എക്സ്ട്രാ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ഇപ്പോൾ ഏതൊക്കെയാണ് ചെയ്യുന്നത്, ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ പ്രൊമോഷൻ അങ്ങനെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്തോട്ട് കഴിഞ്ഞാൽ ഓൺലൈൻ തന്നെ ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ് കേട്ടോ. പക്ഷേ ഫീസ് ഉണ്ടായിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കാണാത്തവർ പോയി കണ്ടു, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങൾ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗാണ്. അടുത്ത കാണാം.